നമസ്കാരം, സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെലലാൻഡ് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗസ്റ്റിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ടിനിച്ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഹായ് ടിനിച്ചേട്ടാ, വെൽക്കം. ഇപ്പം ടിനിച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് ടിനിച്ചേട്ടന്റെ ഏറ്റവും പുതിയതായി ഇറങ്ങിയ മത്ത് സിനിമയുടെ ആ ഒരു സക്സസിന്റെ നടുക്കുന്ന ഞാൻ പിടിച്ചുകൊണ്ടിരിക്കാത്ത സെലലാൻഡിലേക്ക്. അപ്പൊ മത്ത് തിയേറ്റേഴ്സിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചേട്ടാ കിട്ടുന്ന റെസ്പോൺസ്? അല്ല, ഇതൊരു വേറൊരു ജോണർ ഓഫ് മൂവിയാണ്. അതായത് സൈക്കോ ക്രൈം ഡ്രാമ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫേസിൽ പോകുന്ന പടമാണ്. അപ്പൊ അതൊരു എക്സ്പെരിമെന്റ് പോലുള്ള ഒരു പടമാണ്. അപ്പൊ അത് ജനങ്ങൾ എടുക്കുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് കണ്ടപ്പോൾ അവർക്കത് സ്വീകരിക്കാൻ പറ്റുന്ന, അതായത് ശരിക്കും പറഞ്ഞാൽ ഇൻടോക്സിക്കേഷനാണ്, അല്ലെങ്കിൽ മാജിക്കൽ റിയലിസം, സർറിയലിസം എന്നൊക്കെ പറഞ്ഞ പരിപാടികൾ കുറേ ഉണ്ട്. അതായത് അൺകോൺഷ്യസ് മൈൻഡിന്റെ ഒരു യാത്രയാണ്. അതാ പ്രേക്ഷകരെ അയാൾ പോകുന്ന യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പൊ ഒരു റോഡിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ഒരാൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കള്ളുപിടിച്ച് കിടപ്പുണ്ടാവും. അയാൾ അങ്ങനെ ആയെന്നുള്ളത് നമ്മൾ പറയില്ല, വെറുതെ നമ്മൾ അങ്ങോട്ട് കുറ്റപ്പെടുത്തും. അപ്പൊ അയാള് എന്തായിരിക്കും കാണേണ്ടത്, അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ഇതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അത് രഞ്ജിത്ലാൽ എന്ന് പറഞ്ഞ സംവിധായകൻ നല്ല അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് കാലത്തെ റിസർച്ചാണ്, സൈക്കോളജിയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്തായിരിക്കും ഇവർ കാണുന്നതെന്ന് നമുക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടാവില്ലേ, എന്തുകൊണ്ട് അവരങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ. അപ്പൊ അതുപോലത്തെ ഒരു ട്രാവലാണിത്. പക്ഷെ ജനങ്ങളത് എടുത്തു. അച്ഛനും, പക്ഷെ ഇതൊക്കെ വെറുതെ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് പറയുന്നതാണ്. പക്ഷേ ഇതൊരു അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു കഥയാണ്. സാധാരണ ജനത്തിന് ആ ഒരു ലെയറാണ് കാണുന്നത്. അച്ഛൻ ഒരു മകളെ സംരക്ഷിക്കാൻ, ഒരു അമ്മയില്ലെങ്കിൽ എങ്ങനെ അച്ഛനെ സംരക്ഷിക്കാൻ പറ്റും? നമുക്ക് ഇപ്പോ ധനികരായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ആളൊക്കെ അസിസ്റ്റന്റ് ആയിട്ടോ, അല്ലാത്തവർക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു. അതും ബ്ലൈൻഡും ആണോ കുട്ടി അന്ധയായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ അവള് ഐശ്വര്യ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ജനങ്ങളും നമ്മൾ വിചാരിച്ചിരുന്ന രീതിയിൽ എടുത്തു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. നരൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇതിനകത്ത് ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹം നേരത്തെ ചേട്ടൻ പറഞ്ഞല്ലോ, ഇപ്പം സൈക്കോളജിക്കൽ കുറച്ച് പ്രശ്നങ്ങളുള്ളതും ആ ഒരു യാത്രയിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണെന്ന്. അപ്പൊ ഡെഫിനറ്റ്ലി നരനെ അത്രയും ഭംഗിയിൽ, ഇപ്പൊ ട്രെയിലറൊക്കെ ഞാനും കണ്ടിരുന്നു, സ്ക്രീനിൽ ചെയ്ത് വലിപ്പിക്കാനായിട്ട്, ഇപ്പൊ ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടാനായിട്ട് ഡെഫിനറ്റ്ലി ചേട്ടൻ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. അതിനെ പറ്റിയാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. അതായത് എന്റെ എത്തിക്സുമായിട്ടോ എന്റെ ഒരു ജീവിതശൈലിയായിട്ടോ ഒരിക്കലും ചേരാത്ത ഒരാളാണ് ഈ ഒരു ക്യാരക്ടർ. അതിലേക്ക് വരാൻ നല്ല പണിയുണ്ട്. കാരണം നല്ല മദ്യപാനി, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇയാള്. മത്തെന്ന് പറയുന്നത് തന്നെ ഇപ്പൊ കള്ളു കുടിച്ച മത്തായി എന്ന് പറയില്ലേ, പായസം കുടിച്ച മത്തായി എന്ന് പറയുന്നത് തന്നെ പലതരം മത്തുണ്ട്. ഇയാൾക്ക് എല്ലാ മത്തും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പ്രതിഫലിപ്പിക്കുക എന്ന് പറഞ്ഞാല്, ഞാൻ കള്ളു കുടിച്ച് കഞ്ചാവ് വലിച്ച് അഭിനയിക്കണമെന്നില്ല. ഇപ്പൊ ഫ്ലൈറ്റിലെ പൈലറ്റായിട്ട് അഭിനയിക്കണമെങ്കിൽ അത് ഓടിക്കണമെന്നില്ല. ശരി, അടുത്ത ആഴ്ച ഒരു പടം ഉണ്ടായാലും പൈലറ്റായിട്ടാണ്, ഈ ആഴ്ച ഒന്ന് ഓടിച്ചു പഠിക്കുന്ന പറഞ്ഞാൽ അത് പറ്റുന്ന സംഭവമല്ല. അത് ബാക്കിയെല്ലാം നമുക്കൊക്കെ പറ്റും. പക്ഷെ അതിലേക്ക് വരണമെങ്കിൽ എല്ലാം ഒരു ആക്ടർ ഒബ്സർവ് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ഇതുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അയാൾ എങ്ങനെയായിരിക്കും ആ സംഘർഷം, മാനസിക സംഘർഷമാണ് അത് ശരിക്കും. അതൊരു നമ്മൾക്ക് ഈ കണ്ണിന് താഴെയുള്ളവരൊക്കെ ചികിത്സിക്കാൻ പറ്റും, ഈ ബ്രെയിനിലുള്ളതിന് ചികിത്സിക്കാൻ പറ്റില്ല. ഇപ്പൊ മീനാക്ഷിയുടെ മൈൻഡിൽ എന്താന്നുള്ളത്, ഇപ്പൊ ഒരു ഡിപ്രസ്ഡ് ആണെങ്കിൽ അത് നമുക്ക് അതിനൊരു സിംറ്റം ഇല്ല. പറയുന്നത് നമുക്ക് കേട്ടിട്ട് അതിനൊരു ഇത് മരുന്ന് തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയ ആ ആൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി തരാൻ ആളില്ലെങ്കിൽ ഇങ്ങനെ ഗർത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഭയങ്കര ഫിലോസഫിക്കലായിട്ടൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും ഇതിലെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സിനിമയിൽ ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാൾ അലൻസിയർ. അദ്ദേഹം ഒരു അപ്പന്റെ വേഷം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് എന്നെ പറഞ്ഞത്. എന്താ തമാശ രൂപയുടെ പറഞ്ഞു, ഈ അപ്പന്റെ വേഷം എനിക്കായിരുന്നു കിട്ടേണ്ടത്, ഞാൻ ഇതിലും ഗംഭീരാക്കി ചെയ്തേനെ. അല്ല, അങ്ങനെ ഒരു കൊതി പറയുമ്പോ ഇത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടർ താല്പര്യം ഇല്ലെന്നല്ല. പക്ഷെ അദ്ദേഹത്തിന് അത് ക്യാരക്ടർ ചെയ്യണമെന്ന്. അപ്പോ അത് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ നമ്മളെ കുറിച്ച് ജഡ്ജ് ചെയ്യാനും അതുപോലത്തെ ഒരാൾ വേണം എന്നുള്ള ആളാണ് ഞാൻ. അപ്പൊ ഒരു അപ്പനെ കുറിച്ച് ജഡ്ജ് ചെയ്യാൻ ഇപ്പൊ തൽക്കാലം തിലകചേട്ടനും വേണുചേട്ടനൊക്കെ ഇല്ല. നമ്മൾ പലൻസിറേട്ടന് അതിന് യോഗ്യനാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കടന്നിരുത്തി. ടിൻചേട്ടൻ ഇതിനു മുമ്പ് ചെയ്ത എന്റെ ഒരു ഫേവറേറ്റ് അച്ഛൻ കഥാപാത്രം ഹൗസ്ഫുൾ എന്ന് പറയുന്ന സിനിമ. അയ്യോ, എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാം. എത്ര വട്ടം ഞാൻ ആ സിനിമ കണ്ടിട്ടെന്ന് എനിക്കറിയില്ല. കൊറേ അല്ലേ, കൊറേ കുട്ടികളായിട്ട് ജ്യോതിർമയി മാമിന്റെ ഒപ്പം ഒരു ബ്യൂട്ടിഫുൾ ഫിലിമാണ്. അതിലൊരു അച്ഛൻ വേഷം, വേറെ കൊമേഴ്ഷ്യൽ അച്ഛനാണ്. അതെ ഇത് വേറെ
ആർട്ടിസ്റ്റിക് അച്ഛനാണ്. കാരണം ഇതിൽ എന്റെ നാടക പ്രവർത്തകരാണ്. അതാണ് അത്. നാടകത്തില് മികച്ച നടനായിട്ടുള്ള ഒരാളാണ് എന്റെ ഡയറക്ടർ രഞ്ജിത്തിലാല്. പിന്നെ സന്തോഷ് കീഴാറ്റൂർ ഇപ്പോഴും പെണ്ണടൻ എന്ന് പറഞ്ഞ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബാബു എന്നൊരു നാടക പ്രവർത്തകനാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഞാൻ ഈ കണ്ണൂരൻ ഷൂട്ട് ചെയ്ത ഒരു ബാഗായിട്ടാണ് ഞാൻ ചെന്നത്. കാരണം എല്ലാ കലാകാരന്മാരും അവിടെ ഉള്ളത്. ഏത് ഫ്രെയിം വെച്ചാലും കലയിലുള്ള ഒരാളായിരിക്കും. ഇതൊരു എക്സ്പെരിമെന്റൽ ഫിലിം ആണ് ഇത് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തിരിച്ചേട്ടൻ അറിയാം. അപ്പം ആ ഒരു സമയത്ത് ഇപ്പം നമ്മൾ കുറച്ച് നാളായി തിരിച്ചേട്ടനെ അങ്ങനെ ഒരു മെയിൻ ക്യാരക്ടറിൽ കണ്ടിട്ട്, അപ്പം ഈ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതൊരു എക്സ്പെരിമെന്റൽ ഫിലിമിന് അത് ടേക്കപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു മോട്ടോ എന്തായിരുന്നു? അല്ല, എനിക്ക് അത്യാവശ്യം പടങ്ങളുണ്ട്. എൻ്റെ ഈ തടി എന്ന് പറഞ്ഞാൽ പല പ്രൊഡ്യൂസർമാരുടെ തടി തന്നെയാണ്. സത്യമായിട്ടും പറയാൻ പറ്റും. കാരണം സിനിമകൾ ഇപ്പൊ തന്നെ ഒരു 4-5 പടങ്ങൾ ഇറങ്ങാനുണ്ട്. പക്ഷെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്നെ തേടി വരുന്നത് ഒരു സംഭവമായിരിക്കണം. ഇത് സാധാരണ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബിജു മേനോന്റെ അടുത്ത് ചെല്ലും, സുരാജിന്റെ അടുത്ത് ചെല്ലും, അനൂപ് മേനോന്റെ അടുത്തും, ജയസൂര്യ അടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നതാണ് എൻ്റെ അടുത്ത്. അങ്ങനെ കുറെ സ്ക്രിപ്റ്റ് എൻ്റെ ഉണ്ടായിരുന്നു. 2018 വെള്ളപ്പൊക്കത്തിന് ഞാൻ ഇത് കളയൂല. കാരണം ഇവരെ സ്വപ്നമായിട്ടാണല്ലോ വരുന്നത്. ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ വെച്ചേക്കും. അവരെ ലാസ്റ്റ് അത്താണിയാണ് എൻ്റെ വീട്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവര് തിരിച്ചെടുക്കാനും വരൂല. പക്ഷെ ചിലര് ഫ്രഷ് ആയിട്ട് ടിനിനെ പറ്റി ഇത് എന്തുകൊണ്ടാണ് അവരതൊക്കെ ഉപേക്ഷിച്ചതെന്നുള്ളത് ഇത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ചെയ്തിട്ടും കാര്യമില്ലത്. വെറുതെ എൻ്റെ ഒരു ആഗ്രഹം തീർക്കാന്നുള്ളത്, ഒരു കേന്ദ്ര കഥാപാത്രം ചെയ്യാന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെനിക്ക് വളരെ വിരളമായിട്ട് കിട്ടുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അതിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഒരു കലാകാരന് അവസരം കിട്ടിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവസരം കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇങ്ങനെ പതുങ്ങി നിൽക്കണതിന് ഇര പിടിക്കാനല്ലേ. നല്ല ഇര ആണ് എനിക്ക് കിട്ടിയത്. അത് കാരണം ഇതിന്റെ ഡയറക്ടർ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് കറക്റ്റ് അതിന്റെ കാര്യങ്ങൾ സൈക്കാട്രിക് എല്ലാം പഠിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തന്നത്. കറക്റ്റ് എനിക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റി. ഇപ്പം ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ഇമോഷൻസ് വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരുപാട് സീനുകളുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ കഥാപാത്രം വേറെ ഒരു ടൈപ്പ് ഓഫ് അച്ഛൻ കഥാപാത്രമാണ്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോ അത് മനസ്സിൽ എന്തെങ്കിലും ഒരു രീതിയിലൊരു ചാലഞ്ച് ആയിട്ട് തോന്നിയിരുന്നോ? അല്ല, ഞാൻ യഥാർത്ഥത്തിൽ വേറൊരു അച്ഛനെ പോയി കണ്ടിരുന്നു. അതാരാന്ന് പറഞ്ഞാല് ഡോക്ടർ വന്ദനാദാസിന്റെ അച്ഛനെ അറിയില്ലേ? ഡോക്ടറിന് വളരെ ഭീകരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ അവര് മരിച്ചു കഴിഞ്ഞിട്ട് കുറെ നാളായി. മകളുടെ മരണശേഷം അവര് ജീവിച്ചിട്ടില്ല. ആ അച്ഛൻ കുട്ടിക്കാലം മുതൽ അവളെ എടുത്ത് വളർത്തിയത് എല്ലാ ഫോട്ടോസും അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവൾ ഉപയോഗിച്ച ലാപ്ടോപ്പ്, അവളുടെ വാച്ച്, അവളുടെ പുസ്തകങ്ങൾ, അവൾ കുട്ടിക്കാലത്ത് ഉപയോഗിച്ച കളിപ്പാട്ടങ്ങൾ. വളരെ വൈകിയുണ്ടായ ഒരു കുട്ടിയാണ്. 21 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പഠിച്ച് ഡോക്ടറായുള്ളൂ. ആ സമയത്താണ് ഒരു വീരം വന്ന് കുത്തി കൊന്നത്. അവൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു ഫീല് എനിക്ക് കിട്ടിയ ഒരു അച്ഛൻ്റെ എന്താണെന്നുള്ളത് അതെനിക്ക് ഒന്നും ഇതിന് ഉപകാരമായിട്ടുണ്ട്. അതുപോലെ ഇതിന് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് പിന്നെ അതിനെപ്പറ്റി ചോദിക്കാൻ വരുമായിരുന്നു ഞാൻ. അപ്പൊ ആ പാട്ട് പാടിയത് ഈ ഇമോഷൻ വെച്ചിട്ടാണ്. അപ്പൊ അതും ജഡ്ജ് ചെയ്യാൻ കൊടുത്തത് ഏറ്റവും നല്ലൊരു ജഡ്ജിനാണ്. കാരണം വിനീത് ശ്രീനിവാസന് കൊടുത്തിട്ട് പറഞ്ഞത് ഇത് നല്ലതാണെങ്കിൽ മാത്രം പേജിൽ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഒരു ഡയറക്ടറാണ്, ആക്ടറാണ്, കമ്പോസർ, എന്തൊക്കെയാണ് അതൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. വിനീത് അങ്ങനെ വേറെ പുറത്തുനിന്നുള്ള സിനിമകൾ ഷെയർ ചെയ്യാറില്ല പേജിൽ. കാരണം പുള്ളിയുടെ പടം കഴിഞ്ഞാൽ പുള്ളി ഉൾവലിയുള്ളൂ. ധ്യാനിന്റെ പോലും ചെയ്യാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേജിൽ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു പാട്ടിനെ കുറിച്ച് പറയുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അത് കറക്റ്റ് ജഡ്ജ്മെന്റ് ആണെങ്കിൽ ഇട്ടാൽ മതി, നല്ലതാണെങ്കിൽ ഇട്ടാൽ മതി എന്ന് പറയും. കാരണം നമ്മൾ പലരും ജഡ്ജ് ചെയ്യാന്നാണല്ലോ. അപ്പൊ നമ്മളെ കൃത്യം ജഡ്ജ് ചെയ്തിട്ടവര് അങ്ങനെ ഇട്ടു. ആ പാട്ട് ആ ഇമോഷനിലോട് പാടിയത്. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ഡോക്ടർ വന്ദനാദാസ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ അച്ഛനെയാണ്. അത് ആക്ച്വലി പോയി കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മനസ്സിലേക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവിടെ ചെന്നപ്പോ ചെന്ന മനസ്സിലെന്തായിരുന്നു ആയിട്ട്? ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ടല്ല അവിടെ ചെന്നത്, ആക്സിഡന്റിൽ ചെന്നതാണ്. അതിന്റെ നിമിത്തം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ നിന്ന് കിട്ടിയതൊന്നും എന്റെ ജീവിതത്തിൽ നിന്ന് പോകില്ല. കാരണം ഞാൻ പിന്നെ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് തന്നെ സുരേഷ് ഗോപി ചേട്ടന്റെ മകളുടെ കല്യാണത്തിൽ ഒരു അച്ഛനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ഒരു കൂട്ടുകാരന് ഇപ്പുറത്തുണ്ട്. ഞാനിങ്ങനെ അന്വേഷിച്ചത് ആരാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു വന്ദനാദാസിന്റെ അച്ഛനാന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു അച്ഛൻ ഒരു മകളുടെ കല്യാണം നടത്തുന്നത് കാണാൻ വന്നിരിക്കുകയാണ്. ഈ അച്ഛനാ ഭാഗ്യം കിട്ടിയില്ലോ. അപ്പൊ ഇന്നിങ്ങനെ ഒഴുകുന്നില്ല, കണ്ണും നിറഞ്ഞിരുന്ന് കാണുകയാണ്. ഞാൻ അദ്ദേഹത്തിനെ പോയി പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ വരണം സംസാരിക്കണം. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ വീടിന്റെ ഓർമ്മ എൻ്റെ ഇന്ന് വിട്ടുപോകില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേജിലെത്തി പാട്ട് പാടുമ്പോൾ വന്ദനാദാസിനും കൂടി ഡെഡിക്കേറ്റ് ചെയ്താൽ പാടുന്നത്. ആ കഥയുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞൊരു അച്ഛൻ മകൾ ബന്ധം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഒന്നല്ലേ. ആ ഒരു ഇമോഷനിലെ ആ പാട്ട് ഞാൻ കേട്ടിരുന്നു. ആ വാവയെ കുളിപ്പിക്കുന്നത് ശരിക്കും ആ ഒരു സിംഗിൾ പേരന്റിങ് മോളെ ടേക്ക് കെയർ ചെയ്യുന്ന ഭയങ്കര ഇതാണ്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ
കഴുത്തിലിരുത്തി കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഒരു സീൻ പിന്നീട് അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് വലിയ കുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. ആ പാട്ടായാലും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പാട്ടാണ്. അത് എന്താണ് ടിൻചേട്ടൻ ആദ്യമായിട്ട് പാടുന്ന പാട്ടാണ്. അപ്പൊ ഇത്ര ഫീൽ ഉൾക്കൊണ്ട് പാടുന്നത് എങ്ങനെയാണ് പാട്ട് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ആൻസർ കിട്ടി. അപ്പൊ ഇത്രയും ഞാനൊക്കെ കുഞ്ഞില് അതായത് ജനിക്കുന്ന സമയം തൊട്ട് കാണുന്ന ആളാട്ടോ ടിവിയില്. ടിൻചേട്ടൻ ആദ്യത്തെ പാട്ടാന്ന് കുരിശിയമ്മാവനായിട്ടാണ് കാണുന്നത്. അല്ല അങ്ങനല്ല, അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞ ടിൻചേട്ടൻ ആദ്യമായിട്ടാണ് പാടുന്നത് കേട്ടിട്ട് വിശ്വസിച്ചില്ല. എന്തുകൊണ്ട് വൈകി ടിൻചേട്ടൻ അങ്ങനെ ഒരു മനോഹരമായ തീരുമാനം എടുക്കാൻ ഇത്രയും വൈകിയത്? അല്ല, സിനിമ പ്ലേ ബാക്ക് ഞാൻ അത് പാടാറുണ്ട്, സ്റ്റേജുകളിലൊക്കെ പോകുമ്പോൾ പാടാറുണ്ട്, ഉദ്ഘാടനത്തിന് പോകുമ്പോൾ പാടാറുണ്ട്. പക്ഷെ സിനിമ പ്ലേ ബാക്ക് അതുപോലെ സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ ചെറിയ ചെറിയ റാപ്പുകളൊക്കെയാണ്. ഗോപി സുന്ദറിന്റെ ഒരു പ്രൊമോഷൻ സോങ് ഉണ്ട്, ദുൽഖർ ഞാനും കൂടിയാണ് പാടിയത്, മംഗ്ലീഷ് എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പടത്തിൽ. റണ്ണിക്കോ റണ്ണിക്കോ പറയണത് ഞാനാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവം. പക്ഷെ ഇത് സീരിയസ് സിംഗിങ് ആണ്. അത് അതിൽ വിഷ്വൽസ് വന്നം അത് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഇതിൽ മറ്റൊരു പാട്ട് പാടിയിരിക്കുന്ന സിത്താരയാണ്, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോ ഇതിന്റെ ഡയറക്ടർ തന്നെ പറഞ്ഞത് എൻ്റെ അടുത്ത്, ആ ഇമോഷൻ അറിഞ്ഞ് അഭിനയിച്ചവർക്കും അനുഭവിച്ചവർക്കും ഇത് പാടാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ സംഗതികളല്ല, ഫെയിനാണ് വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ എം ജയേന്ദ്രൻ സാർ എടുത്ത് പോസ്റ്റ് ചെയ്തു ഈ പാട്ട് കേട്ടിട്ട്, കണ്ടിരുന്നില്ലേ അതിൻ്റെ അകത്ത് ഇനി പാടിക്കൊണ്ടേ ഇരിക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ പക്ഷെ ഞാൻ ആ ഫീൽ ഉൾക്കൊണ്ടതിൻ്റെ ആയിരിക്കും. അപ്പൊ എം ജയേന്ദ്രൻ സാർ എനിക്ക് വോയിസ് മെസ്സേജ് വിട്ടിട്ട് ഇനി ഗംഭീരമായിട്ടെന്നൊക്കെ പറഞ്ഞു. അത് ആണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് പാടിയത്. അപ്പൊ അതുപോലെ ഇമോഷനൊക്കെ പറഞ്ഞു തന്നാൽ അവസരം കിട്ടിയാലല്ലോ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നേരത്തെ പാടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും പാടിയിട്ട് കാര്യമില്ല. പാടുമ്പോ അത് ഒരു രേഖപ്പെടുത്തലായിരിക്കണം. ഒരു മകളുണ്ടോ? മകള് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മകനാണുള്ളത്. ഞാൻ പറഞ്ഞില്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ ആഗ്രഹങ്ങളും വിജയിക്കണമെന്നില്ലല്ലോ. ചിലപ്പോ നല്ലതിനായിരിക്കും. എവിടെ കൊച്ചുകുട്ടികളെ കിട്ടിയാലും ഞാൻ എടുത്തിങ്ങനെ മടിയിൽ വെക്കാറ്. എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇപ്പം ഇത്രയും എന്താ പറയാ അഫെക്ഷനേറ്റ് ആയിട്ട് ഒരു അച്ഛന്റെ കഥാപാത്രം ചെയ്തപ്പോ ഒരു പെൺകുട്ടിയുടെ അച്ഛനായിരുന്നെങ്കിൽ എന്നൊരു ഫാക്ടർ ചേട്ടൻ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ആക്ടർ ടിനി ടോമിനെയാണ്. ചേട്ടൻ ആസ് എ പേഴ്സൺ മിസ് ചെയ്തിരുന്നു. സത്യം പറയാം, മിസ് ചെയ്യാറുണ്ട്. എന്താ പെൺകുട്ടികളെ നല്ല ഉടുത്തൊരുക്കി കൊണ്ടു നടക്കാൻ പറ്റും. നല്ല ഡ്രസ്സാണ് ഏഞ്ചൽസിന്റെ ഡ്രസ്സ്. ഈ ആമ്പിളിനേർക്ക് ഒരു കളസം ഉണ്ട്, ഒരു ടീഷർട്ട് ഉണ്ട്, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരുക്കി കൊണ്ട് കിടക്കണമെന്ന് ഭയങ്കര ഡോളോ പോലെയൊക്കെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. നമ്മളിപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലുമൊക്കെ പോയാലും മേടിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ, പാൻറ് ഷർട്ട് അല്ലെങ്കിൽ ഷർട്ടും പാൻറ്, ഇത് മാത്രമേ ഉള്ളൂ ആണുങ്ങൾക്ക്. അപ്പൊ അതെല്ലാം കൂടി ചേരുന്നതാണല്ലോ നമുക്ക് ഒരു കുഞ്ഞിനെ കാണുന്ന. അപ്പോ അത് പക്ഷെ ഞാൻ ഏതൊരു ആളുടെ കുഞ്ഞിനെ കണ്ടാലും ഞാൻ അവരെ കളിപ്പിക്കും, അവരെ പെട്ടെന്ന് എൻ്റെ അടുത്ത് അടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ആ പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ കുഞ്ഞല്ലേ നീ അച്ഛന്റെ പൊന്നല്ലേ, പൊന്നോ മോളല്ലേ നീ എന്റെ തങ്കക്കൂടമല്ലേ, വാരിളം തേനല്ലേ നീ താരിളം പൂവല്ലേ, വാരിയിരുന്നാലോ നെഞ്ചിരുത്തിയല്ലേ. എനിവേ ടിൻചേട്ടൻ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്തൊരു കഥാപാത്രമായതുകൊണ്ടായിരിക്കും ടിൻചേട്ടൻ അത്രയും നല്ല രീതിയിൽ, അതായത് നല്ലൊരു സിനിമയാണ്. അപ്പൊ അത് പ്രേക്ഷകരിലേക്ക് എത്തണം എന്നുള്ളൊരു വെച്ചിട്ടാണ് നല്ല വെറൈറ്റി ആയിട്ട് ഒരു പ്രൊമോഷനാണ് കൊടുത്തത്. ഞാൻ ഇന്നേവരെ ഇവിടെ കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, ഒരു സ്റ്റാർ ട്രെയിനിലൊക്കെ കയറിയിട്ട് സിനിമയെ പറ്റി വിളംബരം ചെയ്തരുത്. അത് എവിടെ നിന്ന് കിട്ടി ചേട്ടാ ഐഡിയ? അത് ശരിക്കും വിനയൻ സാറാണ് എനിക്ക് പറഞ്ഞു തന്നത്. 19-ാം നൂറ്റാണ്ടിൽ നമ്മൾ അതുപോലെ ഒരു ചെറിയ യാത്ര നടത്തി. പക്ഷെ ഇത് ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാല് ആലുവെന്ന് ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് മുതൽ മറ്റേ ലോക്കോ പൈലറ്റ് ഇല്ലേ ഓടിക്കുന്ന ആള്, ട്രെയിൻ ഓടിക്കുന്ന ആള്, ആ പുള്ളിക്ക് വരെ കൊണ്ടുപോയിട്ട് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും കണ്ണൂരെത്തി. അപ്പൊ ഇത്ര ഉള്ളെന്നുള്ള മനസ്സിലായി. കണ്ണൂര് നടന്നു പോകാൻ പറ്റും. വന്ദേ ഭാരതായിരുന്നു? അല്ലല്ല, സാധാരണ വന്ദേ ഭാരതല്ല ഇത്, സാധാരണ കണ്ണൂർ ഇന്റർസിറ്റി. അപ്പൊ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങാം. നല്ല രസമാണ് യാത്ര. എനിക്ക് ഈ പണ്ട് ഞാൻ ഈ പ്രോഗ്രാമിന് പോയിട്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനും അറിയാം. തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം പേട്ട, മുരിക്കുമ്പുഴ, ചിറയൻകീഴ്, കടക്കാവൂർ, വർക്കല, പരവൂര്, കൊല്ലം, മണ്ടോതുരുത്ത്, ശാസ്താംകോട്ട, കരുനാപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം, തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം, എടപ്പള്ളി, ആലുവ, ചൊവ്വര, അങ്കമാലി, കറുകുറ്റി, പൊരുത്തി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, മുള്ളൂക്കര, പുതുകാട്, കൊല്ലൂര്, തൃശ്ശൂര്, പാലക്കാട്, പൊൻകുന്ന്, ഷൊർണൂർ, ഒറ്റപ്പാലം, ലക്ഷടി, മങ്കര, പറളി. അതറിയോ, ട്രെയിനിൽ അത്ര യാത്ര ചെയ്തിരുന്നു പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നല്ല വാഹനമൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ പഠിക്കുമായിരുന്നു ഓരോ സ്ഥലങ്ങൾ. അപ്പോൾ എനിക്ക് ട്രെയിനിൽ ഇങ്ങനെ അതുപോലെ പല ആൾക്കാർ, പല സ്വഭാവമുള്ളവർ, പല മതത്തിലുള്ളവർ, പല നിറത്തിലുള്ളവർ, ഇവരെല്ലാവരെയും നമുക്ക് ഒറ്റ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കും.
അപ്പൊ അതൊരു അനുഭവമാണ്. പിന്നെ നമ്മൾ പറയണത് ഒരു പടത്തിന്റെ കൂടെ നിൽക്കണം. എന്നെ പോലെ ഒരാൾ ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പോൾ അത്ര റിസ്ക് എടുത്ത് വരുമ്പോൾ അതിനെ അദ്ദേഹത്തിന് ലാസ്റ്റ് കോയിനും കൂടി അദ്ദേഹത്തിന് കിട്ടണം. അതിൻ്റെ അത് ചെലവാക്കിയതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഒമർ ലുലുവിന്റെ സിനിമ ഒരു പ്രധാന വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇറങ്ങാൻ പോകുന്നത് പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ ഒപ്പമുള്ള ജയരാജ് സാർ. വലിയ വലിയ ബഡ്ജറ്റുള്ള സിനിമകളാണ്. ജയരാജ് സാറിന്റെ അടുത്ത സിനിമയിൽ വളരെ വ്യത്യസ്തമായ വേഷമാണ്. ഇതുപോലെ തന്നെ മലയനായിട്ടാണ് ചെയ്യുന്നത്. അത് മലയന്മാരാണ് തെയ്യം കിട്ടുന്നത്. എത്ര വലിയ ജാതിയിലുള്ളവർ അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. അത് വേറെ പൊളിറ്റിക്സ് ആണ്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഇപ്പൊ ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോ ആ ഒരു പ്രൊഡ്യൂസറെ സേഫ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാനിത് എൻജോയ് ചെയ്യുന്ന ഇതാണ്, കഷ്ടപ്പാടുകളാണ് അതൊക്കെ. അപ്പൊ അതിന്റെ പിന്നെ ചെലവാക്കാൻ കാശുമില്ല, പബ്ലിസിറ്റിക്ക് അധികം വലിയ ഫ്ലെക്സ് ഇതൊന്നും വെക്കാൻ ഇതിലില്ല, ചെറിയ സിനിമയല്ലേ. അപ്പൊ അതിനെ മാക്സിമം അതിനെ കൊണ്ടുനടക്കുക എന്നുള്ളതാണ്. എന്നാലും ഇങ്ങോട്ട് ഞാൻ ഇപ്പൊ ഒരാളെ കൊണ്ടുവരാൻ പോവാണ് ചേട്ടാ. ചേട്ടന്റെ മകളായി അഭിനയിച്ച അശ്വികയാണ്. അപ്പൊ അശ്വികയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോട്ടെ. ഐശ്വിക 1-2 സിനിമകൾ ചെറിയ വേഷങ്ങളാണ് ചെയ്തത്, പക്ഷെ ഇതിൽ അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. ഒന്ന് ബ്ലൈൻഡ് ആയിട്ട് അഭിനയിച്ചത്, ലെൻസ് ഒന്നും ഇല്ലാതെ. പിന്നെ ഇമോഷൻസും നല്ല നല്ല മുഹൂർത്തങ്ങൾ അവള് അഭിനയിച്ച് ഫലിപ്പിച്ചു. എനിക്ക് അത്രയും ഈ കെമിസ്ട്രി വർക്കായത് അവളും പറഞ്ഞ് എൻ്റെ അച്ഛൻ പോലും എന്നെ ഇത്രയും നന്നായിട്ട് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ ആ ഒരു സ്നേഹം കൂടി എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇനി ആളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കട്ടെ. ഇറ്റ് വാസ് വണ്ടർഫുൾ ഹാവിംഗ് യു ചേട്ടാ. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ, സംസാരിക്കാൻ പറ്റിയതിൽ. എന്നോടൊപ്പം ഇപ്പൊ ഉള്ളത് നമ്മുടെ മത്തിലെ നായിക എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, തിരിച്ചേട്ടന്റെ മകളായി അഭിനയിച്ച ഐശ്വികയാണ്. സോ ഹായ്. ഹായ്, വെൽക്കം ടു സെല്ലുലോയിഡ്. താങ്ക് യു. ഞാൻ നേരത്തെ ടിൻചേട്ടായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ ടിൻചേട്ടൻ പറയണ്ടായി അബൌട്ട് യുവർ പെർഫോമൻസ്. ഭയങ്കര വാചാലനാവുകയായിരുന്നു, ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സിനിമ എന്തായാലും ഇറക്കി കഴിഞ്ഞു. റെസ്പോൺസിനെ പറ്റിയിട്ടാണ് എനിക്ക് ഐശ്വര്യനോട് ചോദിക്കാനുള്ളത്. പറയും. ഇതുവരെ എല്ലാം നല്ല എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഋതു എന്ന കഥാപാത്രത്തെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി, ഇഷ്ടം ആയി എന്ന് പറഞ്ഞു. അവിടെ അലക്സിയർ സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനൊക്കെ ഇഷ്ടമായി എന്ന് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞായിരുന്നു. വാവ്, നൈസ്. ഇതിലൊരു അന്യായ കഥാപാത്രമല്ലേ ഋതു എന്ന് പറയുന്ന ഈ പെൺകുട്ടി. അപ്പം അത് ലെൻസ് ഒന്നും ഉപയോഗിക്കാണ്ടാണ് അഭിനയിച്ചതെന്ന് കേട്ടിരുന്നു. സോ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതിൽ ഇത്രയും ത്രൂ ഔട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ, അങ്ങനത്തെ കുറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? ഇത് ലെൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാന്ന് ഡയറക്ടർ സാറാണ് പറഞ്ഞത്. അപ്പോ ഞാൻ അതിന് സാർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് കാണിച്ചു തരാം അല്ലെങ്കിൽ? അത് സാറ് പറഞ്ഞൊരു ട്രിക്ക് എന്താന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാം. ഓ, അങ്ങനെ ചെയ്യാം. പക്ഷെ അത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടഫായിരിക്കും. പക്ഷെ ആ കഥാപാത്രത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു 10-20ഓളം ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് ശരിക്കും അതുപോലെ തന്നെ ആവാൻ പറ്റി. അതാണ് സാറിന്റെ ഒക്കെ ഒരു സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അത്രയും 20 ഡേയ്സിന്റെ പ്രാക്ടീസ് കഴിഞ്ഞപ്പോ കണ്ണിന്റെ ആ ഒരു സ്ട്രെയിൻ അങ്ങനെ പോവായിരുന്നു. അതെ. എന്നാലും ഒരു വേദന ഉണ്ടായിരുന്നില്ല ഇത്രയും റീടേക്സ് ഒക്കെ പോകുമ്പോഴത്തേക്കും? ആക്ച്വലി അധികം റീടേക്സ് ഉണ്ടായിരുന്നില്ലേ ഇതില്. സാറ് എന്താണ് വേണ്ടതെന്ന് സാറ് കറക്റ്റ് പറഞ്ഞു തരും. അപ്പൊ നമുക്കത് ചെയ്തു കൊടുത്താൽ വേഗം തന്നെ പരിപാടി കഴിക്കും. ഇനി എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത് ടിനിച്ചേട്ടൻ്റെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് പെൺകുട്ടികൾ, ഒരു മകളില്ലാത്ത പെൺകുട്ടികളുടെ ഇഷ്ടത്തെ പറ്റിയിട്ടൊക്കെ പറയണ്ടായി. നിങ്ങൾ തന്നെ ശരിക്കും ഒരു അച്ഛൻ മകൾ ബോണ്ട് അങ്ങനെ തോന്നിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം പ്ലീസ് ടെൽ us about that. എനിക്ക് എൻ്റെ അച്ഛൻ സൗദിയിലായിരുന്നു ചെറുതിലൊക്കെ. അപ്പോൾ എന്നോട് സ്നേഹം കാട്ടിയതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന അച്ഛന്മാരുണ്ടോ എന്ന് തോന്നിയത് ടിനിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചതിലൂടെയാണ്. അതിന് എല്ലാം ചെയ്ത് വളയം പോലും ഇട്ട് തരുന്നത് അച്ഛനാണ്. എൻ്റെ അച്ഛനൊന്നും അങ്ങനെ ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മളെല്ലാവരും സ്നേഹമാണല്ലോ ആഗ്രഹിക്കുക. അപ്പോൾ എവിടുന്നാണോ സ്നേഹം കിട്ടുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനേക്കാൾ എന്നെ സ്നേഹിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നിരുന്നു അദ്ദേഹമായിട്ട്? ഉണ്ടായിരുന്നു. പക്ഷെ ആക്ടിങ് ആണ്, അത് കഴിഞ്ഞത് പോവും. എങ്കിലും ആ സമയത്തൊക്കെ അച്ഛനാണല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിച്ച് ഭയങ്കര സ്നേഹമായിരുന്നു. ബ്യൂട്ടിഫുൾ. അപ്പം ഇത് 3ാമത്തെ ഫിലിമാണ് ഐശ്വര്യയുടെ എന്ന് പറയണ്ടായിരുന്നു. അതിന് മുമ്പ് ഉണ്ടായ ഫിലിംസ് ഏതൊക്കെയായിരുന്നു? 3ാമത്തെ എന്റെ നായികയായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ 2 സിനിമയില് നായികയുടെ അനിയത്തിയായിട്ട് ചെയ്തു. ആദ്യം ചെയ്തത് വിവാഹവാഹനം, സജൻ അലുമുഖൻ സാർ ചെയ്ത് അതിനും പിന്നെ ലിജിൻജോ സാർ ചെയ്ത ഹർ എന്ന മൂവിയിലും ലിജോ മോൾ മാമിന്റെ അനിയത്തിയായിട്ട് ചെയ്തു. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഐശ്വര്യ. ഇനിയിപ്പോ എന്തെങ്കിലും പ്രോജക്ട്സ് ഒക്കെ
എങ്ങനെയാണ് അപ്കമിങ് ആയിട്ട് ഉണ്ടോ? ഇതുവരെ കമ്മിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി സോ നോക്കണം അല്ലേ? അപ്പം എന്തായാലും മസ്ത് നല്ല സക്സസ്ഫുള്ളി തിയേറ്റേഴ്സിലൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.